വി.ടി. ബലറാം വെറുമൊരു ഹരിത എം.എൽ.എ. മാത്രമായിരുന്നില്ല. വർഗീയതയ്ക്കെതിരെ പോരാടി സഖാക്കളുടെ പോലും പിന്തുണ നേടിയെടുത്ത നേതാവാണ്. ആ ആവേശത്തിൽ പിണറായി വിജയനെ ശരിപ്പെടുത്താൻ കത്തിയുമായി ബലരാമൻ ഇറങ്ങിത്തിരിച്ചു. അതും ആഘോഷിക്കപ്പെട്ടു. എന്നാൽ ഈ ആവേശമെല്ലാം തകർന്നു പോകുന്ന വിധത്തിൽ ചാവക്കാട്ടെ കോൺഗ്രസിന്റെ ഗ്രൂപ്പ് കൊലപാതകത്തെ ബലരാമൻ പരസ്യമായി ന്യായീകരിക്കാൻ ഇറങ്ങിത്തിരിച്ചതോടെ സോഷ്യൽ മീഡിയയിൽ പൊങ്കാലയായി. എല്ലാം അതിജീവിക്കാൻ വർഗീയതയൊക്കെ വിട്ട് വെല്ലുവിളിയുമായി നടന്ന ബലരാമൻ ഒടുവിൽ പിണറായി വിജയനെ സ്തുതിച്ചു തുടങ്ങിയിരിക്കുന്നു. കേട്ടവർ കീലേരി അച്ചു മോഡലിലുള്ള ആ വെല്ലുവിളിയാണ് ഓർത്തെടുത്തത്. ഈ കീലേരി അച്ചു ആരാന്ന് നീ വിവരം അറിയാൻ പോകുന്നേ ഉള്ളൂ. ഇറങ്ങടാ പുറത്ത്. ആരാ? ഈ വഴി പോവാം. ഭയങ്കര റൗഡിയാണ് കീലേരി അച്ചു. എന്തച്ചു? കീലേരി. ഓ, ഇറങ്ങി വാടാ, ഇറങ്ങി വരാൻ. നീ ഏത് തിണ്ടിയാടാ? എന്താടാ തുറച്ചു നോക്കുന്നത്? എന്നോട് കളിക്കാൻ ധൈര്യം വാടാ. വേണ്ടട്ടോ, അയാളിൽ കത്തിയുണ്ട്, കുത്തും. എന്നോട് തന്നെയാ പറഞ്ഞേ. രാജു, തന്നോട് കളിക്കാൻ ഞാനുണ്ട്. തന്നോട് കളിക്കാൻ ഞാനുണ്ടെന്നാ പറഞ്ഞത്. മേലാൽ ഈ ഏരിയയിലെങ്ങനെ കണ്ടുപോയാ? ശരി, പോട്ടെ. കൂടുതൽ എന്നെ നാറ്റിക്കരുത്. പിന്നെ കാണാം. എല്ലാവരോടും കൂടി പറയാണ്, കീലേരി ഇപ്പൊ പോവാണ്. ഈ വന്നത് എന്റെ ഒരു സുഹൃത്താണ്, പറഞ്ഞേക്കാം. അവന്റെ ശരീരത്തിലൊരു തരി മണ്ണ് വീണാൽ കീലേരിന്റെ കത്തിയത് സഹിക്കൂല കേട്ടോ. അതാണ് ഇപ്പോൾ നന്നായത്. കൂട്ടുകാരായി പോയി രണ്ടുപേരും. കോഴിക്കോട് മാധ്യമപ്രവർത്തകൻ എ സജീവന്റെ ശ്രീനാരായണ ഗുരുവിനെ കുറിച്ചുള്ള പുസ്തക പ്രകാശനത്തിലാണ് ഈ അപൂർവ സംഗമം നടന്നത്. SNDPയുടെ വഴിപിഴച്ച പോക്കിനെതിരായ പിണറായിയുടെ നിലപാടിനെ ബലരാമൻ വാഴ്ത്തിക്കളഞ്ഞു. പിണറായിയെ പോലൊരു നേതാവിനെ ഈ ലോകത്ത് എവിടെ കിട്ടും? ഗുരുവിന്റെ ആശയാദർശങ്ങൾ പിന്തുടരാനും മുന്നോട്ട് കൊണ്ടുപോകാനും നിയുക്തമായ സംഘടന എന്ന് അവകാശപ്പെടുന്ന SNDP യോഗമടക്കമുള്ള പ്രസ്ഥാനങ്ങൾ ഇന്ന് ഏത് ദിശയിലാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്? ആ പോക്ക് മുന്നോട്ട് തന്നെയാണോ അതോ പുറകോട്ടാണോ എന്ന സംശയം വളരെ സജീവമായും വളരെ ഉച്ചത്തിലും കേരളീയ സമൂഹത്തിൽ ഉയർത്തേണ്ടതുണ്ട് എന്നെനിക്ക് തോന്നുകയാണ്. ആ സന്ദേഹം ഒരുപക്ഷെ ഏറ്റവും ശക്തമായി സമീപകാലത്ത് ഉയർത്താൻ തയ്യാറായി കടന്നു വന്ന ശ്രീ പിണറായി വിജയൻ തന്നെ ഈ പുസ്തകങ്ങളുടെ പ്രകാശന കർമ്മം നിർവഹിക്കുന്നു എന്നതാണ് ഈ ചടങ്ങിന് മാറ്റുകൂട്ടുന്നത്. അദ്ദേഹം തൻ്റെ ധീരമായ പല നിലപാടുകളിലൂടെയും അടിവരയിടുന്ന കാര്യം ഒരുപക്ഷെ ചരിത്രബോധമുള്ള ഒരു മലയാളിക്ക് പോലും അതിനോട് വിയോജിക്കാൻ സാധിക്കും എന്ന് കരുതുന്നില്ല. എത്ര നേരം ഞാൻ കാത്തിരിക്കണമെന്നറിയാമോ? ഇനി ഇവിടെ ഒരുത്തരും ഇറങ്ങില്ല. ഒക്കെ വരാന്ന് പറഞ്ഞിരിക്കാണ്. നടന്നു ചുണ്ടി ഇച്ചിരി കൂടുതൽ എന്നാ തോന്നണം. ഈറ്റപ്പുലിയുടെ നോട്ടമാണ്. ഉശിരുള്ള പള്ളികളുണ്ടെങ്കിൽ തടുക്കണം. ഈരിക്കാരൻ ജോസിന്റെ എത്തിപ്പത്തികളാരുമല്ലേ? ഈരിക്കാരൻ ജോസ് ഞങ്ങൾക്ക് ഇതാണ്. ഞാൻ ഒറ്റയ്ക്ക് പോയിക്കോളാം, എന്റെ കൂടെ വരരുത്. സൂക്ഷിക്കണേ, തരം കിട്ടാൻ കാത്തിരിക്കുക. കൊല്ലുന്നേ കൊന്നോട്ടെ. ശങ്കൂറ്റം ചോണക്കുട്ടി തന്നെ. ഇനിയുള്ള കാലം ഈ സൗഹൃദം പൂത്തുലയട്ടെ എന്ന് ആശംസിക്കാം. ഇനിയിപ്പോൾ അമിത് ഷാജിയെയും ഇതുപോലെ അടുത്ത് കിട്ടിയാൽ ബലരാമൻ വാഴ്ത്തിപ്പാടുമോ എന്നാണ് സംഘികൾ ആഹ്ലാദപൂർവ്വം ഉയർത്തുന്ന ചോദ്യം. ബലരാമൻ മുട്ടിടിക്കാതെ നിലപാട് മാറ്റി മുന്നേറുമ്പോൾ പിണറായി ഒന്നുകൂടി ആവേശം പൂണ്ടു. വി.ടി. ബലരാമന്റെ ആരാധന പിണറായിയെ വാനോളം ഉയർത്തുമെന്ന് പ്രതീക്ഷിക്കാം. ഒരിടവേള കൂടി, അത് കഴിഞ്ഞ് അതീവ രഹസ്യം. ഒരിക്കലും അറിയരുത് ഞാൻ ആരാണ് ഈ സഹായം ചെയ്തത് എന്ന്. അങ്ങനെ അറിയുന്ന ഒരു കൈൻഡ്നെസ്സിനാണ് ഏറ്റവും വലിയ വലുപ്പം. എൻ്റെ അനുഭവത്തിൽ നിന്നും ഞാനിത് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ.